വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ല ഹാപ്പി വിഷു ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. സേമിയ പായസം അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പായസം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ 1 ലിറ്റർ പാൽ വേണം. മറ്റേ ചെറിയ ഗ്ലാസ്സുള്ളത് പാലും വെള്ളം കൂടി ചേർന്നതാണ്. പിന്നെ മിൽക്ക് മെയ്ഡ് വേണം. പിന്നെ പഞ്ചസാര ആവശ്യത്തിന്. പിന്നെ 2 ഏലക്കായ വേണം. ഞാൻ സേമിയ എടുക്കൽ കാണിക്കാൻ മറന്നുപോയിരുന്നു, അത് ക്ഷമിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ നെയ്യ് ഒഴിച്ച് ഒരു ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ച് നെയ്യെല്ലാം ചൂടാക്കുക. ചൂടായതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കുക. സേമിയ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല റോസ്റ്റ് ചെയ്യുക. സേമിയ ഒരു റെഡ് കളർ വരുന്നവരെ നല്ല റോസ്റ്റ് ചെയ്യുക. നമ്മളിവിടെ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല ചുവന്ന നിറത്തിലായി വന്നിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എടുത്തിരിക്കുന്ന 1 ലിറ്റർ പാൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം അത് ഇളക്കി എല്ലാം വേവിക്കണം. അത് വെന്തതിന് ശേഷം മാത്രം നമ്മൾ പഞ്ചസാര അതിലേക്ക് ഇടാറുള്ളൂ. ഞാനങ്ങനെ പായസം വെക്കുമ്പോൾ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ നല്ല ഇളക്കി കൊടുക്കുക. നല്ല അത് പായസം നല്ല സേമിയ എല്ലാം വേണം ഇളക്കി കൊടുക്കണം. നല്ല വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് ചെയ്യുന്ന പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്യണം. പഞ്ചസാര നമ്മളിടാൻ പോവുകയാണ് അതിലേക്ക്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തിളയ്ക്കുമ്പോഴേക്കും മിൽക്ക് മെയ്ഡ് ചേർത്ത് വെക്കുക. ഒരു 4 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് നമ്മൾ ചേർത്ത് കൊടുക്കണം അതിലേക്ക്. പിന്നെ നമ്മൾ ഏലക്കായ അതിലേക്ക് കുത്തി ചേർത്തിടണം. ഏലക്കായ അത് കുത്തി ചേർത്തതിന് ശേഷം അത് മാറ്റി വെക്കുക. പിന്നെ ശേഷം നമ്മൾ ഒരു അടുപ്പത്ത് ഒരു ചെറിയ ചട്ടി വെച്ച് 2 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് ഇത് നല്ല ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ എത്തിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും നല്ല റോസ്റ്റ് ചെയ്യണം. നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ മുന്തിരി ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളത് നല്ല റോസ്റ്റ് ചെയ്യാതെ അതിലേക്ക് ഇടുക. പായസത്തിലേക്ക് ഇടണം. ഇടുന്ന വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അത് പായസത്തിലേക്ക് ഇടാം. പായസത്തിലേക്ക് ഇട്ടതിന് ശേഷം പായസം നല്ല ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അത് മാറ്റി വെക്കണം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഏലക്കായ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് പായസം ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. നല്ല അടിപൊളി പായസമാണ് സേമിയ പായസം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറെ പിന്നെ വരാം. ഓക്കെ, ബൈ.